അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിൻ്റെ പരിചയാണ് എന്ന്. തന്നെയുമല്ല, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്നാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്. ഇവിടെ പരിച എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നിൻ്റെ രാജാവാണെന്നും, ആവർത്തന പുസ്തകം 33-ാം അധ്യായം 29-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം ഞാൻ നിൻ്റെ സഹായത്തിന് പരിചയമാകുന്നു എന്നുമാണ്. ചുരുക്കി പറഞ്ഞാൽ, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിക്കുന്ന വീരനാണ്. തന്നെയുമല്ല, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. നമുക്ക് അതിമഹത്തായ പ്രതിഫലം എന്നതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് ചിന്തിക്കാം. അതിമഹത്തായ പ്രതിഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം തന്നെ അബ്രഹാമിൻ്റെ നിധിയാണ് എന്നത്രേ. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിൻ്റെ ദൈവമായ യഹോവ അവന് വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവൻ്റെ അവകാശം. ചുരുക്കി പറഞ്ഞാൽ, ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ രാജാവും നിന്നെ സഹായിക്കുന്ന പരിചയം ഞാൻ തന്നെ നിൻ്റെ അവകാശവുമാകുന്നു. ദൈവം ഭൂമിയിൽ മനുഷ്യർക്ക് കൊടുക്കുന്ന ഏത് അവകാശവും നാം മരിക്കുമ്പോൾ നമ്മെ വിട്ടകന്നു പോകും. എന്നാൽ ദൈവം നമ്മുടെ അവകാശം ആണെങ്കിൽ, നമ്മുടെ നിക്ഷേപം ആണെങ്കിൽ, നമ്മുടെ രാജാവ് ആണെങ്കിൽ, ഈ ഭൂമിയിൽ നമ്മെ പ്രതികൂലത്തിലാക്കുവാൻ മറ്റൊരു രാജാവിനും സാധിക്കുകയില്ല. നമ്മെ ദരിദ്രരാക്കുവാൻ ഒരു ധനവാനും കഴിയുകയില്ല. നമ്മെ തോൽപ്പിക്കുവാൻ ഒരു ആയുധത്തിനും കഴിയുകയില്ല. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നുവെന്ന് അന്ന് അബ്രഹാമിന് മനസ്സിലായി. എങ്ങനെ? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ 4 രാജാക്കന്മാർ വന്ന് 5 രാജാക്കന്മാരെ ജയിക്കുകയും ഈ 5 രാജാക്കന്മാരുടെ ദേശത്തു നിന്ന് അനവധി കൊള്ളയും ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തപ്പോൾ 5 രാജാക്കന്മാരെ ജയിച്ച 4 രാജാക്കന്മാരെയും തോൽപ്പിച്ച് അബ്രഹാം ലോത്തിനെയും സർവ്വജനത്തെയും സമ്പത്തിനെയും മടക്കി കൊണ്ടുവന്നു. നമുക്കൊരു കാര്യം തീർച്ചപ്പെടുത്താം: സത്യത്തിൽ അബ്രഹാമല്ല യുദ്ധം ചെയ്തത്, പിന്നെയോ അബ്രഹാമിന് വേണ്ടി ദൈവമായിരുന്നു യുദ്ധം നടത്തി ജയിച്ചത്. ദൈവം ഒരു കാര്യം നമ്മോട് പറയുന്നുണ്ടെങ്കിൽ നടക്കാത്ത കാര്യങ്ങൾ അവൻ പറയുകയില്ല. അബ്രഹാമിന് തൻ്റെ പിതൃദേശത്തു നിന്നും വിളിച്ച് ഇറക്കിക്കൊണ്ടുവന്ന ദൈവത്തെ എപ്പോഴും അനുസരിക്കുവാൻ അവൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ അബ്രഹാം നേരിട്ട സകല പ്രശ്നങ്ങളിലും ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു. അവനെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം അവൻ്റെ പരിച യഹോവയാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 22-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അബ്രഹാം പറയുകയാണ്, ഞാൻ അബ്രഹാമിന് സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ, ചെരുപ്പ് വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല. ആരോടാണ് അബ്രഹാം ഇത് പറയുന്നത് എന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സൊദോം രാജാവ് അബ്രഹാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അബ്രഹാം പറയുന്നത്, ഞാൻ നിനക്കുള്ളതിൽ യാതൊന്നും എടുക്കുകയില്ല. കാരണം ഒന്നാമതായി അബ്രഹാം ബഹുസമ്പന്നനാണ്. അവന് സൊദോം രാജാവിൻ്റെ സമ്പത്ത് ആവശ്യമില്ല. രണ്ടാമതായി, സൊദോം നിവാസികൾ മഹാപാപികളായിരുന്നു, അതും യഹോവയുടെ മുൻപാകെ. തന്നെയുമല്ല, ദുഷ്ടന്മാരുമായിരുന്നു. ഇവരുടെ രാജാവും ചില്ലറക്കാരനാവുകയില്ലല്ലോ. അപ്രകാരം ദൈവം വെറുക്കുന്ന പാപം ചെയ്യുന്നവൻ്റെ പണം ദൈവഭക്തനായ അബ്രഹാമിന് ചേരുന്നതല്ല. ഇതുപോലെ തന്നെ എലീശ കുഷ്ഠം മാറ്റിയ നയമാൻ വെള്ളിയും സമ്മാനങ്ങളും എലീശയ്ക്ക് കൊടുത്തപ്പോൾ അവനത് സ്വീകരിച്ചില്ല. ഇതെല്ലാം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ദൈവമക്കൾ ആഗ്രഹിക്കേണ്ട നന്മകൾ മാത്രമേ നാം ആഗ്രഹിക്കാവൂ. ദൈവത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ നിശ്ചയമായും അബ്രഹാം ദൈവവിളി കേട്ടതുപോലെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വിളി കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവം നമ്മെ വിളിക്കുന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം ദൈവത്തെ അഥവാ
ദൈവവചനം അനുസരിക്കുന്നവരാകണം. ദൈവവചനമായി ബൈബിളിൽ ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നും ചില പാനീയങ്ങൾ കുടിക്കരുത് എന്നും ചില കാര്യങ്ങൾ കാണരുത്, ചില കാര്യങ്ങൾ ചിന്തിക്കരുത്, ചിലതെല്ലാം ഉപേക്ഷിക്കണം, ചിലതെല്ലാം ചെയ്യണം എന്നിങ്ങനെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കും. വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ സൈൻ ബോർഡ് നോക്കി ശ്രദ്ധിച്ച് വാഹനം ഓടിച്ച് വളവുകളെടുത്ത് ഇറക്കമാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് ശ്രദ്ധയോടെ വാഹനം ഓടിച്ചാൽ അപകടം കൂടാതെ രക്ഷപ്പെടുന്നത് പോലെ ഈ ഭൂമിയിലെ നിഴൽ പോലെയുള്ള താൽക്കാലിക ജീവിതത്തിൽ നമ്മുടെ ജീവിത പടക് കേടുകൂടാതെ ലക്ഷ്യത്തിലെത്തുവാനും മരണശേഷം ദൈവത്തോടൊപ്പമുള്ള നിത്യജീവൻ പ്രാപിക്കുവാനും ദൈവം നമുക്ക് അനുസരിക്കേണ്ടതിനായി ബൈബിളിൽ കൂടി തന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ദൈവം ഈ കാലഘട്ടത്തിൽ ബൈബിളിൽ കൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ. തൻ്റെ മക്കൾ ഇടറിപ്പോകാതിരിക്കുവാൻ ബൈബിളിലില്ലാത്ത ഒരു കാര്യവും നാം അനുസരിക്കണമെന്ന് പറയുകയില്ല. നാം ദൈവത്തെ അനുസരിച്ചാൽ ദൈവം ആരാണ് എന്ന് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തെ ആർക്കെങ്കിലും ദൈവം വെളിപ്പെടുത്തി കൊടുത്താൽ ആ വ്യക്തി ടൺ കണക്കിന് സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞാലും പാപത്തിൻ്റെ വലയുള്ള പാതയിൽ കൂടി നടക്കുകയോ അശുദ്ധ പാപം ചെയ്യുവാൻ തന്നെ വിട്ടുകളയുകയോ യേശുവിനെ വിട്ട് പാപത്തിൻ്റെ പിന്നാലെ പോവുകയോ ചെയ്യുകയില്ല. അതാണ് അബ്രഹാമിൽ നിന്നും നമുക്ക് പഠിക്കുവാനുള്ള സന്ദേശം. സ്വതം രാജാവ് അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് പറയുവാൻ അബ്രഹാം അനുവദിച്ചില്ല. സ്വതം രാജാവിൻ്റെ മുഖത്ത് നോക്കി അബ്രഹാം ഇതെല്ലാം പറയുമ്പോൾ സമ്പത്തിനു വേണ്ടി അബ്രഹാമിൻ്റെ ഇടയന്മാരോട് ചണ്ടയിട്ട ലോത്തിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഭാര്യയും ലോത്തും ഇതെല്ലാം കേട്ട് സ്വതം രാജാവിൻ്റെ അടുക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ ശക്തന്മാരായ രാജാക്കന്മാരെ തോൽപ്പിച്ചുകൊണ്ടാണല്ലോ ലോത്തിനെയും രാജാക്കന്മാരെയും അവർക്കുള്ള സകലത്തെയും അബ്രഹാമിൻ്റെ ദൈവം അബ്രഹാമിനെ ഉപയോഗിച്ച് തോൽപ്പിച്ച് രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതെല്ലാം അബ്രഹാം പറയുമ്പോഴും ലോത്തിൻ്റെയും ഭാര്യയുടെയും കണ്ണ് യഹോവയുടെ മുഖത്തല്ല, സ്വതം രാജാവ് വെച്ച് നീട്ടിയ സമ്പത്തിൻ്റെ മുകളിലായിരുന്നു. വലിയ കഷ്ടതയിൽ നിന്നും ലോത്തും കുടുംബവും അബ്രഹാമിൻ്റെ ദൈവത്താൽ രക്ഷപ്പെട്ടിട്ട് പോലും ലോത്തും കുടുംബവും മാനസാന്തരപ്പെട്ടില്ല. കാരണം അവർക്ക് വേണ്ടത് ഈ ലോകത്തിൻ്റെ നിക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രതിസന്ധിയിലായി. എന്നാൽ അബ്രഹാം നിമിത്തമാണ് അവർ ശത്രു രാജാക്കന്മാരിൽ നിന്നും സ്വതോം ഗൊമോറയുടെ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്നാൽ അബ്രഹാമിന് ഈ ലോകത്തിൻ്റെ നിക്ഷേപത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അബ്രഹാം ഒരു നിക്ഷേപമായി തീർന്നു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണെന്ന് മോശയോട് പറയുവാൻ ദൈവം സന്തോഷിക്കുന്നു. നമ്മെക്കുറിച്ചും നാം അബ്രഹാമിനെ പോലെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പനകളെ അനുസരിച്ച് ജീവിച്ചാൽ ദൈവം പറയും, എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്ന്. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. ആകയാൽ ബൈബിൾ വായിക്കുകയും അതിലെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അബ്രഹാമിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. അബ്രഹാം അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്കും അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭൂനിക്ഷേപത്തെക്കാളും ക്രിസ്തു എന്ന വലിയ ധനം സ്വന്തമാക്കുവാൻ അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.